നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർബുദം മൂലമുള്ള മരണത്തെ പ്രതിരോധിക്കുന്നതിൽ കാപ്പിക്ക് നിർണായക പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന പഠനം പുറത്തുവന്നു. ബ്രിട്ടീഷ് ജേണൽ ഓഫ് ന്യൂട്രീഷനിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാപ്പിയുടെ പോളിഫിനോൾ എന്ന ഘടകം സ്ഥാനാർബുദ മരണങ്ങൾക്കുള്ള സാധ്യതയും വീണ്ടും സ്ഥാനാർബുദം വരാനുള്ള സാധ്യതയും കുറയ്ക്കുമെന്ന് ഗവേഷകർ പറയുന്നു. സ്ഥാനാർബുദം സ്ഥിരീകരിച്ച 95 സ്ത്രീകളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത്. 15 വർഷത്തോളം നീണ്ട പഠന കാലയളവിൽ കാപ്പി കുടിക്കുന്നതിലൂടെ പോളിഫിനോൾ ശരീരത്തിൽ എത്തുന്നതും വിലയിരുത്തി. തുടർന്നാണ് പോളിഫിനോൾ സ്ഥാനാർബുദ മരണ സാധ്യതയും വീണ്ടും രോഗം വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, വിട്ടുമാറാത്ത വീക്കം, ഇൻസുലിൻ സംവേദനക്ഷമത, പ്രതിരോധ സംവിധാനത്തിലെ സിഗ്നലിംഗ്, കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം എന്നിവയുൾപ്പെടെ ക്യാൻസർ അതിജീവനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്രിയകളെ പോളിഫിനോൾ സ്വാധീനിക്കുന്നുണ്ടെന്നും ഇതുവഴി സ്ഥാനാർബുദ മരണ സാധ്യത കുറയ്ക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ പോളിഫിനോളുകളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ രോഗം വീണ്ടും വരുന്നത് തടയുമെന്നോ ആയുസ് നീട്ടിക്കിട്ടാൻ സഹായിക്കുമെന്നോ ഉറപ്പിച്ച് പറയാനാവില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥാനാർബുദത്തിന്റെ ഉപവിഭാഗം, രോഗാവസ്ഥയുടെ ഘട്ടം, നിലവിലുള്ള ചികിത്സാ രീതികൾ, ചികിത്സാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കൽ, ശരീരഭാരം, ശാരീരിക പ്രവർത്തനങ്ങൾ, മറ്റ് അനുബന്ധ രോഗങ്ങൾ, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയെല്ലാം പഠനങ്ങളിൽ കൃത്യമായി പരിഗണിക്കുമെന്നും എന്നാൽ മാത്രമേ കാപ്പിയുടെ ഉപയോഗവും സ്ഥാനാർബുദ അതിജീവനവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം വ്യക്തമാക്കാനാവൂ എന്നും വിമർശകർ പറയുന്നു. മിതമായ അളവിൽ കാപ്പി കുടിക്കുന്ന ആരോഗ്യമുള്ള മുതിർന്നവരിൽ കൊറോണറി ഹൃദ്രോഗം, പക്ഷാഘാതം, ഹൃദയസ്തംഭനം, ഏട്രിയൽ ഫൈബ്രിലേഷൻ, രക്താതിസമ്മർദ്ദം, ടൈപ്പ് 2 പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത താരതമ്യേന കുറവാണെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ സർക്കുലേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറഞ്ഞിരുന്നു. ഏകദേശം 400 മില്ലിഗ്രാം വരെ കഫീൻ ദിവസവും കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കില്ലെന്നാണ് വിവിധ പഠനങ്ങളുടെ അവലോകനത്തിൽ കണ്ടെത്തിയത്. കഫീനോടുള്ള ശരീരത്തിന്റെ പ്രതികരണം ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നതിനാൽ ഗർഭിണികൾ, ഹൃദ്രോഗം നേരത്തെയുള്ളവർ തുടങ്ങിയവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കാപ്പിയുടെ അളവ് നിശ്ചയിക്കാവൂ എന്നും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞിരുന്നു.